ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം അന്ന് ക്യാമറമാൻ യോമ എന്നോട് പറഞ്ഞു നമുക്കൊരു ഡിഫറെൻറ്റ് മൂവി ചെയ്യാം ഇല്ല രജേഷൻ. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് പടമാണ് ഞാനും ഇതിൻ്റെ ഡയറക്ടറും കൂടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി 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 പവർഫുൾ റോൾ ആൻഡ് അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. അല്ല, ഈ സിനിമയുടെ ഒരു പ്രമേയം ഒരു വ്യത്യസ്തത ഉള്ള ഒരു പ്രമേയമാണ് മലയാളത്തിൽ. മൂന്നാമത്തെ പടം മൂന്ന് രീതി മൾട്ടി ലാംഗ്വേജ് ആണ്. ഈവൻ സോങ്സ് പോലും നമ്മൾ ആ ഒരു രീതിയിലാണ് കൺസീവ് ചെയ്തിട്ടുള്ളത്. ചെറുതും വലുതുമായിട്ട് ഏകദേശം ഒരു 90ഓളം ക്യാരക്ടറുകൾ പടത്തിൽ വന്നു പോകുന്നുണ്ട്. ഹിന്ദി സംസാരിക്കുന്നവർ, കന്നഡ സംസാരിക്കുന്നവർ, മലയാളം സംസാരിക്കുന്നവർ, തമിഴ് സംസാരിക്കുന്നവർ. പ്രതീക്ഷിച്ച പോലെ മലയാളം ഡയലോഗൊന്നും ആയിരുന്നില്ല, കംപ്ലീറ്റ് ഹിന്ദിയാണ്. ഭാഷ നമുക്കറിയില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ആംഗ്യ ഭാഷയിലൂടെയൊക്കെയാണ്. ഞാൻ പറയുന്നത് അവർക്കും മനസ്സിലാവുന്നുണ്ട്, അവർ പറയുന്നത് എനിക്കും മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ആക്ച്വലി നോർത്ത് കർണാടകയിൽ വേറെ പല സ്ഥലങ്ങളും നോക്കി, പക്ഷേ ബെൽഗാമിനോളം നമ്മളെ ആകർഷിച്ച ഒരു ക്യാരക്ടർ വേറൊരു ഇവിടുത്തെ നോർത്തേൺ കർണാടക സിറ്റീസിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ക്യാമറ അവിടെ വയ്ക്കാൻ പാടില്ല, ഇവിടെ വയ്ക്കാൻ പാടില്ല, സ്ട്രീറ്റിൽ ഇങ്ങനെയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള മീറ്റിംഗ്സ് ഉണ്ടാകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവൾ നമ്മുടെ നാട്ടിലെ പോലെ കണ്ടിന്യൂസ് ഷൂട്ടിംഗ് കണ്ടിട്ടില്ല അവർ. മുമ്പ് എപ്പോഴോ ഒരു പ്രാവശ്യം ഒരു അമിതാഭ് ബച്ചൻ്റെ എന്തോ ഒരു പടം മറ്റോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടത്തേക്ക് ഷൂട്ടിംഗ് എന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അങ്ങനെ ബെൽഗാമിലെ ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞു. സെക്കൻഡ് ഡേ ആയി, തേർഡ് ഡേ ആയി, ഫോർത്ത് ഡേ ആയി, ഫിഫ്ത്ത് ഡേ ആയി. പിന്നെ ബെൽഗാം കഴിഞ്ഞത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. അത്ര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, പുതിയ തരം ഒരു ടെക്സ്റ്റേഴ്സും പുതിയ ടൈപ്പ് ഓഫ് ആൾക്കാരും, അങ്ങനത്തെ ഒരു സ്പേസ് നമ്മുടെ ഫ്രെയിമിൽ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവാറുണ്ട്. ഇവിടെ ബൽഗാമിൽ വന്നപ്പോൾ ബൽഗാമിലെ ക്യാരക്ടേഴ്സിനാണ് ആദ്യം വാച്ച് ചെയ്തത്. ഇവിടുത്തെ നാട്ടുകാരെയാണ് വാച്ച് ചെയ്തത്. അവരെങ്ങനെ പൊട്ട് വെച്ചിരിക്കുന്നു, അവരെങ്ങനെ മുടി ചെയ്തിരിക്കുന്നു. മാക്സിമം ഇന്ത്യൻ എലമെന്റ്സ് വെച്ചുകൊണ്ടുള്ള ഒരു സ്കോറിംഗ് പാറ്റേൺ തന്നെയാണ് ഇത്തവണയും പോയിട്ടുള്ളത്. വിനീതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യുന്ന സീൻസ് എത്ര പ്രയാസമുള്ള ഏരിയ ആണെങ്കിലും അത് ആ ടൈമിന് തന്നെ അദ്ദേഹം തീർത്തിരിക്കും. ചില എന്നിട്ട് ഔട്ട്ഡോർ എവിടെയാണെങ്കിലും നമ്മൾ അത് കംപ്ലീറ്റ് ഇന്റീരിയർ സെറ്റ് ചെയ്യുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ അവിടുത്തെ എക്സ്റ്റീരിയറുമായിട്ട് ഒരു മാച്ചിൽ ചില ഭയങ്കര ഒരു പണിയിലെ കാര്യമാണ്. റെസ്പെക്ട് ഉണ്ട് ആ ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തതിൽ. ക്യാമറ ഒരിക്കലും ട്രൈപോഡിലായിരുന്നില്ല, ക്യാമറ ഫുൾ ടൈം വീഡിയോ ഷോട്ടിൽ തന്നെയായിരുന്നു. പിന്നെ ഈ സിനിമ ശരിക്കും ഇത് ഡിജിറ്റലിൽ ചെയ്യാൻ പറ്റില്ല, ഇത് ഫിലിമിൽ മാത്രം ചെയ്യേണ്ട ഒരു സിനിമയാണ്. I'm trained to listen to the director, not trained to question. കുറച്ച് ചലഞ്ച് ആയിരുന്നു എനിക്ക്. പിന്നെ ഡെഫിനറ്റ്ലി വിനീതത്തിൻ്റെയും സാന്നിധ്യങ്ങളെയും വർക്ക് ചെയ്യുന്നത് പോലെ എനിക്ക് വേറെ ആരോടെയും വർക്ക് ചെയ്യാൻ പറ്റില്ല. വിനീതിനെ പോലെ ഒരാൾ എന്നെ എഡിറ്ററായിട്ട് വിളിക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്. തീരെ 2-3 ഒക്കെ പെട്ടെന്ന് ചെയ്യണം. 2-3 you want me, still want me. തിര അടിക്കട്ടെ അല്ലെങ്കിൽ തിര അടിക്കും. അടിക്കട്ടെ. പിന്നെ 2-3 ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വാ